നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മഴക്കാലപൂർവ്വ ശുചീകരണം അട്ടിമറിച്ച് തൊടുപുഴ നഗരസഭ അഴിമതി നടത്തിയെന്നാരോപിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സംഘടന ഇടുക്കി ജില്ലാ ട്രഷറർ MS ശരത് ഉദ്ഘാടനം ചെയ്തു. അഗ്രി ടൂറിസവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കണമെന്ന് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA കിസാൻ സർവീസ് സൊസൈറ്റി ഉടുമ്പന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാർഷിക ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ന്യൂമാൻ കപ്പ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിന്റെ ഉദ്ഘാടനം കോതമംഗല രൂപത കോർപ്പറേറ്റ് ഏജൻസി മാനേജർ മോൺസ്റ്റർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. ധോനി വിമൻസ് ഫോറവും സ്വസ്തി യോഗ സെന്ററും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കൗൺസിലർ രേണുക രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ രംഗത്ത്. വാർത്തകൾ വിശദമായി. മഴക്കാലപൂർവ്വ ശുചീകരണം അട്ടിമറിച്ച് തൊടുപുഴ നഗരസഭ അഴിമതി നടത്തിയെന്നാരോപിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സംഘടന ഇടുക്കി ജില്ലാ ട്രഷറർ MS ശരത്ത് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KM അൽത്താഫ് അധ്യക്ഷത വഹിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണം ശരിയായി നടത്താത്തതിനാലാണ് ഇന്നലെ പെയ്ത കനത്ത മഴയിൽ തൊടുപുഴ നഗരം വെള്ളത്തിലായതെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. മഴക്കാലപൂർവ്വ ശുചീകരണം അട്ടിമറിച്ച് ലക്ഷങ്ങളുടെ അഴിമതി നടത്തി തൊടുപുഴ നഗരത്തെ വെള്ളക്കെട്ടിലാക്കുന്ന തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് സംഘടന ഇടുക്കി ജില്ലാ ട്രഷറർ MS ശരത് ഉദ്ഘാടനം ചെയ്തു. ഒരു ചാറ്റൽ മഴ പെയ്താൽ ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ ഏതെങ്കിലും പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ വർഷത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ജൂൺ മാസം പെയ്യുന്ന മഴ ഇതുവരെ ഇവിടെ ലഭ്യമായിട്ടില്ല. ഏതാണ്ട് വർഷക്കാലത്തിന്റെ വരവറിയിക്കുന്ന ഏതാനും ചില മഴകൾ മാത്രമാണ് നമുക്കിവിടെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ജൂൺ മാസത്തിൽ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയാണെങ്കിൽ കുടചൂടി നിൽക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് സാധാരണ നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ഈ വർഷം മഴ കുറവായിട്ടും ഒരു ചെറിയ മഴ പെയ്താൽ അപ്പോൾ തന്നെ എന്തുകൊണ്ട് തൊടുപുഴ നഗരത്തിനകത്ത് ഇത്തരം വെള്ളക്കെട്ട് രൂപപ്പെടുന്നുവെന്ന ഗൗരവകരമായ പ്രശ്നമുണ്ട്. അതിന്റെ കാരണം എല്ലാ വർഷവും മഴക്കാലപൂർവ്വ ശുചീകരണവും ഓട ക്ലീനിങ്ങും ഓടയിലെ തടസ്സങ്ങൾ നീക്കി വെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ കഴിയുന്ന ക്രമീകരണവുമെല്ലാം ഉണ്ടാക്കാനുള്ള ഒരു നടപടി നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ വർഷം അത്തരം ഒരു നടപടിയിലേക്ക് ഈ നഗരസഭയുടെ ബഹുമാനപ്പെട്ട ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറിച്ച് ഏതാണ്ട് 7 ലക്ഷം രൂപയോളം ഈ നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു എന്നാണ് നഗരസഭയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 7 ലക്ഷം രൂപ ചിലവഴിച്ചിട്ടാണ് ഇനി കാണുന്ന ദുരിതത്തിലേക്ക് ഈ നഗരത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഈ നഗരസഭ തള്ളിവിട്ടിട്ടുള്ളത്. 7 ലക്ഷം രൂപ എന്തു ചെയ്തു എന്ന് വ്യക്തമാക്കാൻ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവേണ്ടതുണ്ട്. ഇതിപ്പോൾ നിലവിൽ സെക്രട്ടറി ഇല്ല, സെക്രട്ടറിയുടെ ചുമതലയുള്ള ആളുണ്ട്, ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർമാൻ ഉണ്ട്, ഇതിന്റെ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ഉണ്ട്. ഈ 7 ലക്ഷം രൂപ നിങ്ങൾ എന്താണ് ചെയ്തത്? ഈ നഗരത്തിൽ എന്ത് ശുചീകരണ പ്രവർത്തനമാണ് നിങ്ങൾ നടപ്പിലാക്കിയത്? ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാൻ കൗതുകമുണ്ട്. കാരണം ഇവിടെ മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന് പറയുമ്പോൾ ഇവിടെ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചപ്പനികൾ പടർന്നു പിടിക്കുകയാണ്. ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് പോയാൽ പനി ബാധിച്ച ആളുകളുടെ നീണ്ട നിരയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ എല്ലാ ആശുപത്രിയിലും പനി ബാധിതരുടെ എണ്ണം കൂടി വരികയാണ്. എന്താ കാരണം? ഇവിടെ നഗരസഭയുടെ നേതൃത്വത്തിലാണ് ഇവിടെ കൊതുകിനെ വളർത്തുന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്.
ഇവിടെ മാലിന്യം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി അവിടെ ജലം കെട്ടിക്കിടന്ന് അവിടെ ഡെങ്കിപ്പനി ഉൾപ്പെടെ പകർത്തുന്ന കൊതുകുകളെ വളർത്തുന്ന ഒരു പുതിയ പദ്ധതി നഗരസഭയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്ക് സമയമുണ്ടെങ്കിൽ ഈ സമരം കഴിയുമ്പോൾ തൊട്ടപ്പുറത്ത് മുനിസിപ്പൽ ലോറി സ്റ്റാൻഡ് ഉണ്ട്, അവിടെ വരെ ഒന്ന് പോയി നോക്കണം. മുനിസിപ്പൽ ലോറി സ്റ്റാൻഡ്, അതിനു മുമ്പ് അവിടെ താൽക്കാലികമായി KSRTCയുടെ ഡിപ്പോ പ്രവർത്തിച്ചിരുന്നു. ബഹുമാന്യായ MLA വലിയ തുക 17 ലക്ഷം രൂപ അവിടെ മുടക്കിയതാണ്. അവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ലോറി സ്റ്റാൻഡ് ഇപ്പോ ഒരു പുതിയ മാലിന്യ മല രൂപപ്പെട്ടിട്ടുണ്ട്. ഈ നഗരസഭയിൽ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക് എല്ലാം കൂട്ടി കിട്ടുന്ന മാലിന്യ സംരക്ഷണ കേന്ദ്രമായി, സംഭരണ കേന്ദ്രമായി ആ ലോറി സ്റ്റാൻഡ് മാറിക്കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം KM അൽത്താഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS അനന്തുമോൻ, CPIM തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ലിനു ജോസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വിഷ്ണു P. മോഹനൻ, തിരുമോൻ ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അഗ്രി ടൂറിസവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കണമെന്ന് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA കിസാൻ സർവീസ് സൊസൈറ്റി ഉടുമ്പന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സംഗമവും കർഷകർക്ക് 80% സബ്സിഡിയോടെ ലഭ്യമാക്കിയ കാർഷിക ഉപകരണങ്ങളുടെ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ കിസാൻ സർവീസ് സൊസൈറ്റി ദേശീയ ചെയർമാൻ ഡോക്ടർ ജോസ് തയ്യിൽ മുഖ്യ പ്രഭാഷണം നടത്തി. കിസാൻ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ അഗ്രി ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുകയും കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് തൊടുപുഴ MLAയും കേരള നിയമസഭാ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് പറഞ്ഞു. കിസാൻ സർവീസ് സൊസൈറ്റി ഉടുമ്പന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സംഗമത്തിലും കർഷകർക്ക് 80% സബ്സിഡിയോടെ ലഭ്യമാക്കിയ കാർഷിക ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, ഇന്ന് കാലവും ടെക്നോളജിയും പുതിയ സാങ്കേതിക വിദ്യകളും കാർഷിക രീതികളുമൊക്കെ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡേറ്റാ സയൻസുമൊക്കെ ഇന്ന് ഏതൊരു സാധാരണക്കാരൻ്റെയും വൊക്കാബുലറിയിലുള്ള, നമ്മുടെ നിഘണ്ടുവിലുള്ള ഒരു പദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാലാനുസൃതമായ മാറ്റങ്ങൾ നമ്മുടെ കാർഷിക മേഖലയിൽ നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ പരമ്പരാഗത കാർഷിക രീതികളും പുതിയ വിവര സാങ്കേതിക വിദ്യയും നൂതനമായ പുതിയ കാർഷിക പ്രാക്ടീസുകൾ, രീതികളും ഒക്കെ സമന്വയം ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ടെക്നോളജി നമ്മുടെ കാർഷിക മേഖലയിൽ കടന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വിളകളെക്കുറിച്ചും നമ്മൾ മാറി ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. പരമ്പരാഗതമായി കേരളത്തിനൊരു കാർഷിക പാരമ്പര്യമുണ്ട്. നമ്മൾ ചില വിളകളൊക്കെ നമ്മൾ കൂടുതൽ അതിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതലായി നമ്മൾ കൃഷി ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, പുതിയ പുതിയ ക്രോപ്പുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഫ്രൂട്ട് ആ ഒരു മേഖലയിൽ, പഴവർഗ്ഗങ്ങളിൽ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. യോഗത്തിൽ കിസാൻ സർവീസ് സൊസൈറ്റി ദേശീയ ചെയർമാൻ ഡോക്ടർ ജോസ് തയ്യിൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് മോഹനൻ TG അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് ജോയ് മൂക്കൻതോട്ടം, ജില്ലാ പ്രസിഡന്റ് ജോൺ PA, ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ, ബിജോ ചെറിയൽ, ബിജു മമ്മൂട്ടിൽ, ജോണി മുതലക്കുഴി, ആൻസൺ ജോസഫ്, ടോണി മണിപ്പള്ളി ട്രേഡേഴ്സ്, ജേസൺ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. കർഷകരുടെ ഉന്നമനത്തിനും കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനുമായി കിസാൻ സർവീസ് സൊസൈറ്റി നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ യോഗത്തിൽ വിശദീകരിച്ചു.
കണ്ണുള്ള എന്റെ പെണ്ണോട് എന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ന്യൂമാൻ കപ്പ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം രൂപത കോർപ്പറേറ്റ് ഏജൻസി മാനേജർ മോൺസിയോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. 4ാമത് ന്യൂമാൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ന്യൂമാൻ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയത്. കോതമംഗലം രൂപത കോർപ്പറേറ്റ് ഏജൻസി മാനേജർ മോൺസിഞ്ഞോർ പയസ് മലക്കണ്ടത്തിൽ കിക്ക് ഓഫ് ചെയ്തുകൊണ്ട് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ആവേശത്തോടുകൂടി മലയാളികൾ നെഞ്ചിലേറ്റെടുത്തിട്ടുള്ള ഒരു പ്രമേയമാണ് ലോകകപ്പിനോടൊപ്പം സഞ്ചരിക്കുക, ലോകകപ്പിന്റെ ഭാഗമാവുക, ആ കളിയിൽ മലയാളിയുടെ ഒപ്പമുണ്ടാവുക എന്നത്. ന്യൂമാൻ കോളേജ് അതിൻ്റെ സ്പോർട്സ് ഡിവിഷൻ ഈ കാഴ്ചപ്പാട് കൂടിയാണ് ഇവിടെ ഫുട്ബോൾ മത്സരം തയ്യാറാക്കിയിരിക്കുന്നത്, സജ്ജമാക്കിയിരിക്കുന്നത്. തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഇന്റർ സ്കൂൾ കുട്ടികളെല്ലാം ഒരുമിച്ച് കൂട്ടി ഇന്റർ സ്കൂൾ മത്സരങ്ങൾ നടത്താനായിട്ട് പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്കൂളുകളിലേക്ക് കുട്ടികളോട് എത്തിയിട്ടുണ്ട്. ജേഴ്സികൾ അണഞ്ഞ് മത്സരം തയ്യാറായി റൊണാൾഡോമാരും നെയ്മർമാരും മെസ്സിമാരും ഒക്കെ തയ്യാറായി ഗ്രൗണ്ടിൽ നിൽപ്പുണ്ട്. ലോകകപ്പ് കാണുന്ന ആവേശത്തോടു കൂടിയാണ്. കാലിൽ കിട്ടുന്ന പന്ത് എത്ര മാസ്പര്യത്തോടു കൂടിയാണ് വാലിലേക്ക് ഉയർത്തുന്നതെന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതെന്നും നമ്മൾ കൺ തുറന്ന് ആനന്ദത്തിൽ കാണാറുണ്ട്. അങ്ങനെയുള്ള മെസ്സിമാരും നെയ്മർമാരും റൊണാൾഡോമാരും തൊടുപുഴയിൽ നിന്ന് ഉണ്ടാകണം എന്ന കാഴ്ചപ്പാട് കൂടിയാണ് ന്യൂമാൻ കോളേജ് ഈ മത്സരം നടത്തിയിരിക്കുന്നത്. ഈ കോളേജ് MG യൂണിവേഴ്സിറ്റി കീഴിൽ ഏറ്റവും കൂടുതൽ സമ്മാനം വാങ്ങുന്ന കോളേജാണ്. ഇത് സ്പോർട്സ് ഫ്രണ്ട്ലി കോളേജാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജില്ലയിലെ വിവിധ സ്കൂളുകൾ മത്സരത്തിൽ പങ്കെടുത്തു. മുൻ സന്തോഷ് ട്രോഫി താരവും ഇടുക്കി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റുമായ PA സലിംകുട്ടി, ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, ബർസാർ ഫാദർ ബെൻസൺ N ആന്റണി, വൈസ് പ്രിൻസിപ്പൽമാരായ ബിജു പീറ്റർ, പ്രജേഷ് C മാത്യു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നേടിയകാട് LF UPSൽ 2026 ഫിഫ വേൾഡ് കപ്പിനോടനുബന്ധിച്ച 1 മില്യൺ ടൂഫ് ആൻഡ് ഗോൾസ് അറ്റ് വേൾഡ് കപ്പ് 2026 ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കരികുന്നം SA സ്റ്റാൻലി ഉദ്ഘാടനം നിർവഹിച്ചു. പോലീസ് ഓഫീസർ ബിനു, സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജെയ്സൺ നിരവത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെൽഫിൻ കുരിക്കൽ, സ്കൂൾ HM സിസ്റ്റർ മിനിറ്റ P കാവാട്ട്, മുൻ സന്തോഷ് ട്രോഫി താരവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഷിനു, രാജീവ്, PTA പ്രസിഡന്റ് സ്മിനു പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ധോനി വിമൻസ് ഫോറവും സ്വസ്തി യോഗ സെന്ററും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി. മുനിസിപ്പൽ കൗൺസിലർ രേണുക രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ധോനി വിമൻസ് ഫോറം പ്രസിഡന്റ് സിന്ധു രാജീവ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ധോനി വിമൻസ് ഫോറവും സ്വസ്തി യോഗ സെന്ററും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനാചരണം കാഞ്ഞിരമറ്റം KVMS ഹാളിൽ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ വാർഡ് കൗൺസിലർ രേണുക രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു.
യോഗ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ടെൻഷൻ പെട്ടെന്ന് കുറയ്ക്കാൻ സാധിക്കുമെന്നും നിങ്ങളുടെ മനസ്സിനെ നോർമലാകാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളത് കൊണ്ടുപോയത്. 10 ദിവസത്തോളം ഞങ്ങൾ അവിടെ യോഗ ചെയ്തില്ല. കാരണം കഠിനമായിട്ട് ഇവിടെയുള്ള അധ്വാനം കൊണ്ട് ഞങ്ങൾക്ക് ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അവിടെ 10 ദിവസം ഞങ്ങളെ ധ്യാനത്തിനിരിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ ഈ ധ്യാനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഓഫീസിലുള്ള മറ്റ് കൂടെ വർക്ക് ചെയ്യുന്നവർ ഞങ്ങളോട് പറഞ്ഞു, ചേച്ചിയുടെ മുഖമൊക്കെ കണ്ട ഇപ്പം നല്ലൊരു ശോഭയുണ്ട്, പക്ഷെ എപ്പോഴും ദേഷ്യം വരുന്നു. എന്താണെന്ന് വെച്ചാൽ കഠിനമായ ഒരു വർക്കാണ് ഞങ്ങൾ അവിടെ ചെന്നത്. 17 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു. ശരിക്കും അധ്വാനിക്കും, പുരുഷന്മാരെ അധ്വാനിക്കുന്ന പോലെ സ്ത്രീകൾ കിടന്ന് അധ്വാനിക്കുന്ന ഒരു ഫീൽഡായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു 10 ദിവസം മോചനം കിട്ടിയപ്പോൾ ശരിക്കും സന്തോഷം തോന്നി. ആ സന്തോഷം വീണ്ടും കിട്ടിയതിന് ഇവിടെ നിന്ന് കുറച്ചു നേരമെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് അതിനേക്കാൾ അത്ഭുതം എനിക്ക് തോന്നിയത്. എന്ത് കാര്യത്തിന് വിളിച്ചാലും എന്താ ചേച്ചി പറയും, എനിക്ക് തിരക്കാൻ വരാൻ പറ്റില്ല എന്ന്. എൻ്റെ വീട്ടിലെ പണി കഴിഞ്ഞിട്ട് എനിക്ക് നേരമില്ല എന്ന് പറഞ്ഞ് ചേച്ചി ഫ്രണ്ടി വന്നിരിക്കുന്നതാണ് എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഇന്ന് വനിതകളെല്ലാം നല്ല രീതിയിൽ ഓരോ മനസ്സിനും ശാന്തത കിട്ടുന്നതിന് വേണ്ടി എന്ത് ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാകുന്നതിന് ഉത്തമ ഉദാഹരണമായി തന്നെ എൻ്റെ നാടിനെ തന്നെ ഞാൻ എഴുതുകയാണ്. ധോനി വിമൻസ് ഫോറം പ്രസിഡന്റ് സിന്ധു രാജീവ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രസ്തുതിക ആയുർവേദിക് ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ആതിര രവീന്ദ്രനാഥ് ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. സ്വസ്തി യോഗ സെന്റർ പ്രസിഡന്റ് സുജി ജയകൃഷ്ണൻ, മിനു സുരേഷ്, HEF തൊടുപുഴ ചാപ്റ്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS വിനയരാജ്, ധോനി വിമൻസ് ഫോറം മുൻ പ്രസിഡന്റ് KS മായ, KVMS ഉപസഭാ പ്രസിഡന്റ് CB സുരേന്ദ്രൻ, ഗീത രാജശേഖരൻ, യോഗ ട്രെയിനർ സ്മിത ബിജു തുടങ്ങിയവർ ആശംസ നേർന്നു. തുടർന്ന് യോഗ ട്രെയിനർ സ്മിത ബിജുവിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനവും യോഗ ഡാൻസും ഉണ്ടായിരുന്നു. ഓഫീസ് യോഗ പറഞ്ഞാൽ നമ്മൾ ഓഫീസിലൊക്കെ ഒരുപാട് സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് നേരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒറ്റ ഇരിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ആ സ്ട്രെസ്സും അവരുടെ മിക്കവരോട് സംസാരിച്ചാൽ നമുക്കറിയാൻ പറ്റില്ല, അവർക്കൊക്കെ ബാക്ക് പെയിൻ ഉണ്ട്. ബാക്ക് പെയിന് ഈ പെടലിയുടെ വശത്ത് ഒക്കെ പ്രശ്നമുള്ളവരായിരിക്കും. കുറേ നേരം അവർ ഇരുന്ന് വർക്ക് ചെയ്യുന്നില്ല, കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ. അതല്ലാതെ ക്ഷേമയോഗം ചെയ്യുന്നവരാരാധിയാണെന്ന് എനിക്ക് തരുന്നില്ല. പ്രായമുള്ളവർ, അവർക്ക് എഴുന്നേറ്റ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അപ്പോൾ പിടിച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും ചെയർ യോഗ വളരെ എഫക്റ്റീവാണ്. ചെയറിൽ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ, അതായത് എല്ലാവർക്കും ഇത് അത്യാവശ്യം ആരോഗ്യമുള്ള. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും AITCയുടെയും നേതാവായിരുന്ന വഴുത്തല ഭാസ്കരന്റെ 22ാമത് അനുസ്മരണ സമ്മേളനം ലയൺസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ ഭരണം നടത്തുന്നത് കോൺഗ്രസ് ആണെങ്കിലും BJPയുടെ നയങ്ങൾ നടപ്പിലാക്കാനാണ് കോൺഗ്രസും UDF നേതൃത്വവും ശ്രമിക്കുന്നതെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ കൃഷിമന്ത്രിയുമായ VS സുനിൽകുമാർ പറഞ്ഞു. CPIയുടെയും AITCയുടെയും അനിഷേധ നേതാവായിരുന്ന വഴുത്തല ഭാസ്കരന്റെ 22ാമത് അനുസ്മരണ സമ്മേളനം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാരിന്റെ ഭരണകാലഘട്ടത്തിൽ PM ശ്രീ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായപ്പോൾ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്ന അടിയന്തര നടപടികളാണ് അന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള ഉത്തരവുകളോ വിജ്ഞാപനങ്ങളോ LDF സർക്കാർ ഇറക്കിയിട്ടില്ല. വിദ്യാഭ്യാസം അതീവ പ്രാധാന്യ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യവുമുണ്ട്. കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ നേതൃത്വം നൽകുന്ന സംസ്ഥാനത്ത് അടുത്ത നാളിൽ ഭരണത്തിലെത്തിയ UDF സർക്കാർ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്നതായി കേന്ദ്ര സർക്കാരിന് ഒരു കത്ത് നൽകാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു. ആളുകളെ കാണുകയും സംഘടിപ്പിക്കുന്നത്തെ പോലത്തെ മൊബൈൽ ഫോണോ മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആളുകളെ നേരിൽ പോയി കണ്ട് കാൽനടയായും മറ്റു പല മാർഗങ്ങളിലൂടെയും പോയി കണ്ട് ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്ന അതിൻ്റെ പ്രായോഗികമായ ക്ലേശകരമായ പ്രവർത്തനം എന്താണെന്ന് ആലോചിക്കുമ്പോഴാണ് അവരൊക്കെ ഒഴുക്കിയ വിയർപ്പിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ മരിച്ചുപോയ സഹകളെ സ്മരിക്കുമ്പോൾ അവർ കേവലം പാർട്ടി കെട്ടിപ്പടുത്തു എന്ന് പറയുക മാത്രമല്ല, എങ്ങനെയാണ് കെട്ടിപ്പടുത്തതെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് തന്നെ നമ്മളൊരു പാർട്ടി യോഗം വിളിക്കണമെങ്കിൽ നമുക്കുള്ള പ്രയാസം നമുക്കറിയാൻ പറ്റും, പല കാരണങ്ങളാൽ. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു അത്യധ്വാനം ചെയ്യണം, മുഷിഞ്ഞ് നിന്ന് പ്രവർത്തിക്കണം. ചിലപ്പോൾ പക്ഷേ ഒരു സ്ഥലത്ത് പോയാൽ എത്ര ദിവസങ്ങൾ ചിലപ്പോൾ അവിടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാതിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. കാൽനടയായി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വരും, കിട്ടിയ സ്ഥലത്ത് കിടക്കേണ്ടി വരും, ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള വ്യക്തിപരമായ ഒരു മനുഷ്യൻ്റെ ഒരുപാട് ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്നൊക്കെ പോകുമ്പോൾ നമ്മൾ പല കാര്യം നോക്കിയിട്ടാണ് സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ നമ്മളവിടെ താമസിക്കാനുള്ള സൗകര്യം, അവിടെ നമുക്ക് ഭക്ഷണം തരാനുള്ള സൗകര്യങ്ങളും സ്വാഗതസംഘം സംഘാടന സമിതി എല്ലാം ഉണ്ടാവും. നമുക്ക് നല്ല ഭക്ഷണം കിട്ടും, നല്ല താമസ സൗകര്യം കിട്ടും.
ഇത്തരം കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പോൾ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു പക്ഷെ മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ വഴുത്തലയെ പോലെയുള്ള ആളുകൾ പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കിയതിൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അധ്വാനത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും ഒരു കാര്യം കൂടി അതിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു കോസിന് വേണ്ടി, ഒരു പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതിപത്തിയുടെ ഭാഗമായിട്ടാണ്. യോഗത്തിൽ പി ജോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ, മണ്ഡലം സെക്രട്ടറി VR പ്രമോദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PS സുരേഷ്, EK അജ്നാസ്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ NJ കുഞ്ഞുമോൻ, KK ബിനോയ് എന്നിവർ പങ്കെടുത്തു. SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ ഉപഹാരങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ രംഗത്ത്. മദ്യവർജനം എന്നത് കോൺഗ്രസിന്റെ പ്രഖ്യാപന നയം മാത്രമാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഭ്യത കുറയ്ക്കുമെന്ന് ഇത്തവണത്തെ പ്രകടന പത്രികയിലും പറയുന്നുണ്ട്. എന്നിട്ടും ബജറ്റിൽ എങ്ങനെയാണ് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനമെന്നത് മനസ്സിലാകുന്നില്ലെന്ന് സുധീരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ജനവികാരം മനസ്സിലാക്കി സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. കരിമണൽ ഖനനത്തിന് വഴിവെക്കുന്ന സർക്കാർ തീരുമാനവും എങ്ങനെ വന്നുവെന്ന് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിൽ തീരദേശ ജനതയ്ക്ക് വലിയ ആശങ്കയുണ്ടെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. കരുണാകരൻ, പ്രിയപ്പെട്ട കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹമാണ് അന്ന് AP ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ഉപയോഗം ലഭ്യത കുറച്ചുകൊണ്ടുവരിക, മദ്യനിരോധനത്തിലേക്ക് കാലക്രമേണ നീങ്ങുക എന്ന ആശയം ഉന്നയിച്ചത്, നടപ്പാക്കാൻ ആരംഭിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് AK ആന്റണി ചാരായ നിരോധനം ഏർപ്പെടുത്തിയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ബാറുകൾ നിരോധിച്ചുകൊണ്ട് കേവലം 29 ബാറുകൾ മാത്രമാക്കിയത്. ആ 29 ബാറുകളാണ് പിണറായിയുടെ ഭരണകാലത്ത് ഏതാണ്ട് ഒരു 1000-ഓളം ബാറുകളായി. ഞാൻ അതിന് അന്നേ മുതൽ ഫൈറ്റ് ചെയ്യുന്നതിന് എത്രയോ കത്തുകൾ കൊടുത്തു, എത്രയോ ലേഖനങ്ങൾ കൊടുത്തു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് നടത്തി. പക്ഷേ കാര്യമായ ഒരു ചലനം ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇത് ഈ മദ്യത്തിനെതിരെയുള്ള കോൺഗ്രസിൻ്റെ UDF നേതൃത്വത്തിൻ്റെ കരുണാകരൻ്റെ കാലം മുതൽ പ്രത്യേകിച്ച് ഈ കർമ്മ പദ്ധതി, കോൺഗ്രസ് എന്നും മദ്യവിരുദ്ധ പ്രസ്ഥാനമാണല്ലോ, ലഹരിക്കെതിരാണ്, മദ്യത്തിനെതിരാണ്. സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയമാണ് മദ്യവർജനം. പക്ഷെ അതിനൊരു പ്രായോഗിക രൂപത്തിൽ സംസ്ഥാന സർക്കാർ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കരുണാകരനാണ് തുടങ്ങിയത്. അതിന് അന്ന് മുതൽ നിയമസഭയിലും നിയമസഭാ കമ്മിറ്റികളിലും പുറത്തും ഈ ആശയം ഉന്നയിച്ചുകൊണ്ട് ഞാൻ അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. പാർട്ടി നയം നടപ്പിലാക്കാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തവണയും നമ്മുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആപൽക്കരമായ അവസ്ഥയിൽ നിന്നും മുക്തമായ ഒരു കേരളമാണ് വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കണം. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ CB ജോൺ കരികിലാമരത്തിൽ ആശംസ നേർന്നു. യോഗാ അധ്യാപക ബീന കുട്ടികൾക്കായി യോഗാ പരിശീലനം നൽകി. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ CB ജോൺ കരികിലാമരത്തിൽ സംസാരിച്ചു. ആധുനിക ലോകത്തിൽ മനുഷ്യൻ യന്ത്രങ്ങളെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശാക്തീകരിക്കുന്നതിന് യോഗ പോലുള്ള പ്രാക്ടീസുകൾ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. Healthy life in the sense that physical and mental health. Today's world is of more tensions and more workloaded. Students also are more loaded with loads of studies and other occupations. So we are not machines, we are human beings. We have lots of emotions and our body is functioning all the time. 24 hours body is functioning and it needs more rest and a relaxed mood. And lots of diseases are also being spreading among human beings due to this tension. And in order to release ourselves both bodily and mentally, we need to practice something. That is, the perfect practice is being defined by yoga practices. യോഗ മാസ്റ്റർ ബീന തുടർന്ന് കുട്ടികൾക്ക് യോഗാഭ്യാസത്തിന് നേതൃത്വം നൽകി.
018. Inhale, exhale. ഡീപ്പോൾ കിൻഡർ ഗാർഡൻ മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വിവിധ വിഭാഗങ്ങളിലായി യോഗ പരിശീലിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. MK ജോസ് മാറാട്ടിലിന്റെ ഇതും പൊന്നാണോ എന്ന ആത്മകഥയുടെ പ്രകാശനം കല്യാൺ രൂപതാ മെത്രാൻ ബിഷപ്പ് എമിരിറ്റസ് മാർ തോമസ് ഇലവനാൽ നിർവഹിച്ചു. വാഴക്കാല സെന്റ് മേരീസ് പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വൈദികർ, സിസ്റ്റേഴ്സ്, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു. ദീർഘകാലം മുംബൈയിൽ പ്രവാസ ജീവിതം നയിക്കുകയും കല്യാൺ രൂപത അംഗമായി അൽമായ ശുശ്രൂഷകളിൽ ഭാഗമായി ആത്മീയ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും റിട്ടയർമെന്റിന് ശേഷം ജന്മനാടായ തൊടുപുഴ വാഴക്കാലയിൽ വിശ്രമ ജീവിതം നയിച്ചു വരുന്ന MK ജോസ് മാറാട്ടിൽ തന്റെ 80 വർഷക്കാലത്തെ ജീവിതാനുഭവങ്ങളും ദൈവിക നിയോഗങ്ങളും കോർത്തിണക്കി രചിച്ച ഇതും പൊന്നാണോ എന്ന ആത്മകഥയുടെ പ്രകാശനം മാതൃ ഇടവകയായ വാഴക്കാല സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച് തുടർന്ന് പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കല്യാൺ രൂപതാ മെത്രാൻ ബിഷപ്പ് എമിരിറ്റസ് മാർ തോമസ് ഇലവനാൽ നിർവഹിച്ചു. Please have a big clap as ratifying for the grace of our Almighty God. For Stanley come forward. പുസ്തകം രക്ഷാധികാരി ഞങ്ങളുടെ കുടുംബയോഗ രക്ഷാധികാരിയെ കരുതലത്തിൽ ഏൽപ്പിക്കുന്നു. ഞാൻ മലയാള ഭാഗം മുഴുവനായിട്ടും വായിച്ചു. അതുകൊണ്ട് ഇവിടെ പുസ്തകവും അവതരിപ്പിച്ച വ്യക്തി പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലും പറയാനിട്ടിരുന്നത് അത് ഞാൻ പറയുന്നില്ല. എല്ലാം കൂടി സംഗ്രഹിച്ച് എനിക്ക് പറയാൻ സാധിക്കുന്നത് 1-2 വാക്കിൽ പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജോസിയേട്ടൻ്റെ മാതാപിതാക്കൾക്ക് 5 പെൺമക്കൾക്ക് ശേഷം ദൈവം കൊടുത്ത പൊൻകുഞ്ഞാണ് ജോസിയേട്ടൻ. അതുകൊണ്ടാണ് ഇതും പൊന്നാണോ എന്ന് ചോദിച്ചത്. പെൺമക്കൾക്ക് ശേഷം കൊടുത്ത പൊൻകുഞ്ഞ് എന്ന് പറയാം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ജോസിയേട്ടൻ തൻ്റെ ജീവിതത്തെ ഹാസ് മെയ്ഡ് ഹിസ് ലൈഫ് ഗോൾഡൻ, സുവർണമയമാക്കി. കഴിഞ്ഞ വർഷങ്ങളിലൂടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സുവർണമയമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. മറ്റൊന്നുകൂടി കൂട്ടിച്ചേർത്താൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, തൊടുന്നതെല്ലാം സ്വർണ്ണമാക്കി മാറ്റുന്നൊരു വ്യക്തി. പ്രൊഫസർ ജോസ് കാരിക്കുന്നേൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഫാദർ ഫ്രാൻസിസ് കാരിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. ജോസ് പി മാത്യു പൊടിമറ്റത്തിൽ ആമുഖ അവതരണവും റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ഫാദർ പോൾ അവരപ്പാട്ട്, ഫാദർ സോമി പാണങ്കാട്ട്, ഡോക്ടർ സാബു വർഗീസ്, സിസ്റ്റർ ലിസറ്റ, ജോർജ് മാത്യു തറപ്പിൽ എന്നിവർ ആശംസയും തുടർന്ന് MK ജോസ് മാറാട്ടിൽ മറുപടി പ്രസംഗവും കൃതജ്ഞതയും അറിയിച്ചു. കുടുംബാംഗങ്ങളും നിരവധി വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു. നിങ്ങളെല്ലാവരും എന്നെക്കുറിച്ച് ഒത്തിരി നല്ല വാക്കുകൾ പറഞ്ഞു. തമ്പുരാനും നന്ദി, നിങ്ങൾക്കും നന്ദി. പക്ഷേ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാൽ മാത്രം, അമ്മയുടെ പ്രാർത്ഥന, മാതാപിതാക്കളുടെ പ്രാർത്ഥന മാത്രമാണ് എന്നെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം ഞാൻ തുറന്നു പറയാമെന്ന് പറഞ്ഞത്, എനിക്ക് ഒരു ബൈബിൾ ഇങ്ങ് കയ്യിൽ തന്നാൽ എന്നിട്ട് എന്നോട് ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഒരു വചനം എടുത്തിട്ട് മണിക്കൂറുകൾ എനിക്ക് പ്രസംഗിക്കാൻ പറ്റും. അതൊരു കൃപയാണ്. പക്ഷേ എന്നോടൊരു നന്ദി പ്രകടനം പറയണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി തപ്പല. എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പണ്ടേ അപ്പോൾ അതാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ ടോട്ടാലിറ്റി മനസ്സിലാക്കുന്നത്. സാറ് അത് കൃത്യമായിട്ട് വായിച്ച് ഒത്തിരി നേരം പറഞ്ഞു നന്നായിട്ട്. അതുപോലെ പിതാവ് എല്ലാവരും തന്നെ ഞാൻ കൊടുത്ത സോഫ്റ്റ് കോപ്പി വായിച്ചിട്ടുണ്ട്. എല്ലാവരും വായിച്ചു എന്നുള്ളത് നല്ല തെളിവാണ് അവരതേക്കുറിച്ചൊക്കെ പറഞ്ഞത്. പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി എന്നൊരു വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നുള്ളം തിരയുന്നൊരീ സ്നേഹം നീ മാത്രമേ, എന്നിലും കനവിലുമായി നിറയുന്നൊരു ദൈവമേ, എന്നെ നിൻ സ്വന്തമാക്കിയോ, എന്നെ നിൻ നാഥമാക്കിയോ, എന്നെ നിൻ സ്വന്തമാക്കിയോ, എന്നെ നിൻ
തിരുമുൻപിനായി അലിവോടെ എന്നെ നോക്കണമേ. പുസ്തകങ്ങളെ ചെങ്ങാതിമാരാക്കി അറിവിന്റെ വാതായനങ്ങൾ തുറന്ന കാളിയാർ സെന്റ് മേരീസ് എൽ പി സ്കൂൾ, കാളിയാർ നാഷണൽ ലൈബ്രറിയും കാളിയാർ സെന്റ് മേരീസ് എൽ പി സ്കൂളും സംയുക്തമായി വായനാ ദിനാഘോഷം സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ് മിസ്ട്രസ് ജിൻസി ടി ജോസ് സ്വാഗതം ആശംസിച്ചു. വാർഡ് മെമ്പർ ഒ വി കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അക്ഷരങ്ങളെ സ്നേഹിച്ചും പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കിയും പുതുതലമുറയ്ക്ക് മികച്ച സന്ദേശങ്ങൾ നൽകി കാളിയാർ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ വിപുലമായ വായനാ ദിന പരിപാടികൾ സംഘടിപ്പിച്ചു. കാളിയാർ നാഷണൽ ലൈബ്രറിയും കാളിയാർ സെന്റ് മേരീസ് എൽ പി സ്കൂളും സംയുക്തമായാണ് വായനാ ദിനാഘോഷം നടത്തിയത്. വായനാ ദിന പരിപാടികളുടെ ഉദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ നിർവഹിച്ചു. ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് ജിൻസി ടി ജോസ് സ്വാഗതം ആശംസിച്ചു. വാർഡ് മെമ്പർ ഒ വി കണ്ണൻ അധ്യക്ഷനായി. പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡോക്ടർ അനീഷ് ഉറുമ്പിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് വായനാ ദിന സന്ദേശം നൽകി. കാളിയാർ നാഷണൽ ലൈബ്രറി പ്രസിഡന്റ് തോമസ് തെളിയാങ്കൽ ആശംസകൾ അർപ്പിച്ചു. ലൈബ്രറി സെക്രട്ടറി ജോൺ തോപ്പിൽ നന്ദി പറഞ്ഞു. തുടർന്ന് സ്കൂളിൽ ക്ലാസ് ലൈബ്രറികൾ സജ്ജമാക്കുകയും കുട്ടികൾക്ക് സ്കൂൾ ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം നടത്തുകയും ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജിൻസി ടി ജോസ്, അധ്യാപിക ഗീതു ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാളിയാർ. രക്ഷാപ്രവർത്തകർക്കും വേണം സുരക്ഷ. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്ന് കലൂർക്കാട് ഫയർ സ്റ്റേഷനിൽ വെള്ളം കയറി. ഓഫീസ് ഫയലുകളും ഉപകരണങ്ങളും വെള്ളത്തിൽ മുങ്ങി. ചെറിയ മഴ പെയ്താൽ പോലും നിലയത്തിന്റെ സമീപം വെള്ളം കയറാൻ തുടങ്ങും. പഞ്ചായത്ത് സമീപത്തെ തോട് വേണ്ട രീതിയിൽ വൃത്തിയാക്കാത്തതാണ് വെള്ളം കയറാൻ കാരണമെന്ന ആക്ഷേപമുണ്ട്. കൂടാതെ സേനയുടെ വാഹനങ്ങളും സേഫ്റ്റി ഉപകരണങ്ങളും ഉൾപ്പെടെ സൂക്ഷിക്കുന്നതിന് മതിയായ ഷെൽട്ടർ സംവിധാനം ഇല്ലാത്തതും ഉദ്യോഗസ്ഥർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവുമില്ലാത്തതും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തകർക്കും വേണം സുരക്ഷ. തിങ്കളാഴ്ച പെയ്ത കനത്ത മഴയെ തുടർന്ന് കല്ലൂർക്കാട് ഫയർ സ്റ്റേഷനിൽ വെള്ളം കയറി ഓഫീസ് ഫയലുകളും ഉപകരണങ്ങളും വെള്ളത്തിൽ മുങ്ങി. 40ഓളം ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം നിലയത്തിന്റെ പ്രവർത്തനങ്ങളെ ഏറെ ബാധിക്കുന്നു. ആദ്യകാലത്ത് പഞ്ചായത്ത് വിട്ടു നൽകിയ കമ്മ്യൂണിറ്റി സെന്ററിലാണ് സ്റ്റേഷൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ചെറിയ മഴ പെയ്താൽ പോലും നിലയത്തിന്റെ സമീപം വെള്ളം കയറാൻ തുടങ്ങും. പഞ്ചായത്ത് സമീപത്തെ തോട് വേണ്ട രീതിയിൽ വൃത്തിയാക്കാത്തതാണ് വെള്ളം കയറാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. കൂടാതെ സേനയുടെ വാഹനങ്ങളും സേഫ്റ്റി ഉപകരണങ്ങളടക്കം സൂക്ഷിക്കുന്നതിന് മതിയായ ഷെൽട്ടർ സംവിധാനം ഇല്ലാത്തതും ഉദ്യോഗസ്ഥർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. മഞ്ഞള്ളൂർ, കുമാരമംഗലം, പോത്താനിക്കാട്, പൈങ്ങോട്ടൂർ, ആയവന എന്നീ 5 പഞ്ചായത്തുകൾക്ക് പുറമെ അതിർത്തി ജില്ലകളിലും അടിയന്തര സാഹചര്യങ്ങളിൽ എത്തിച്ചേരേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു നാടിന് തന്നെ സുരക്ഷ ഒരുക്കേണ്ടവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഒരുക്കണമെന്നാണ് പൊതു ആവശ്യം. ന്യൂസ് ബ്യൂറോ, കല്ലൂർക്കാട്. മുട്ടം അയ്യച്ചാടി സ്കൂളിൽ +1 സയൻസ് ബാച്ചിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT കൂടി ഉൾപ്പെട്ട ബയോമാത്സ്, ഇലക്ട്രോണിക്സ് മാത്സ് കോമ്പിനേഷനുകളാണ് ഉള്ളത്. ജൂലൈ 4 വരെ അഡ്മിഷൻ തുടരും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9495194188 9388803817 82815460117 തുടങ്ങിയ നമ്പറുകളിൽ. മുട്ടം അയ്യച്ചാടി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സയൻസ് ഗ്രൂപ്പിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. 2 സയൻസ് ഗ്രൂപ്പുകളാണ് നമുക്കുള്ളത്. ഒന്ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് അടങ്ങുന്ന 5 സബ്ജക്ട് പേപ്പേഴ്സും 1 ലാംഗ്വേജ് പേപ്പറുമുള്ള ഫിസിക്കൽ സയൻസ് എന്ന സയൻസ് ഗ്രൂപ്പും. രണ്ടാമത്തേത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ് എന്നിവ അടങ്ങുന്ന രണ്ടാമത്തെ സയൻസ് ഗ്രൂപ്പ്, ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സയൻസ് ഗ്രൂപ്പ്. 2ലേക്കും ഏതാനും വേക്കൻസികൾ ഉണ്ട്. അതിലേക്ക് കുട്ടികൾക്ക് ഡയറക്റ്റ് സ്കൂളിൽ വന്ന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ സ്കൂളിൻ്റെ അല്ലെങ്കിൽ കരിക്കുലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് മെയിൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എല്ലാ 2 വിങ്ങിനും ഉണ്ട്. ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും ഒരേ സമയം ഫിസിക്കൽ സയൻസിൽ പഠിക്കാം. അവർക്ക് മെഡിക്കൽ ഫീൽഡ് ഒഴികെ ബാക്കി എല്ലാ ഫീൽഡിലേക്കും ഉള്ള ഡെവലപ്മെൻ്റാണ് ഈ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത്.
ഫിസിക്കൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് മേഖലയിൽ നല്ല രീതിയിൽ പ്രശോഭിക്കാനുള്ള അവസരമാണ് കിട്ടുന്നത്. അവർക്ക് എഞ്ചിനീയറിംഗ് അതായത് സൂപ്പർവൈസറി പോസ്റ്റ് മുതൽ താഴെ ഒരു ഇലക്ട്രീഷ്യൻ തൊട്ട് സൂപ്പർവൈസറി പോസ്റ്റ്, അതുപോലെ എഞ്ചിനീയറിംഗ് മേഖല വരെയുള്ള എല്ലാ മേഖലയിലേക്കും ഉള്ള ഒരു അടിത്തറയാണ് നമ്മുടെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ബയോളജി ഉള്ളതുകൊണ്ട് ആരോഗ്യ മേഖലയിലും അവർക്ക് ഉള്ള ഹയർ സ്റ്റഡീസിനുള്ള അവസരമുണ്ട്. ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ ന്യൂ ജനറേഷൻ ഒത്തിരി കോഴ്സുകൾ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. പാരാമെഡിക്കൽ വിങ്ങുകളിലെല്ലാം ടെക്നോളജി, എല്ലാ മേഖലയിലും ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന കാരണം നമുക്ക് പാരാമെഡിക്കൽ കോഴ്സുകളിൽ പോലും റോബോട്ടിക് സർജറികളും അതുപോലെ പുതിയ പുതിയ ന്യൂ ജനറേഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഓപ്പറേഷൻ പഠിക്കുന്ന കോഴ്സുകളാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം എന്തെന്ന് അറിയുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ആ കോഴ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതുപോലെ IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്ക് എല്ലാ വിധത്തിലുള്ള പഠനത്തോടൊപ്പം തന്നെ എല്ലാ വിധത്തിലുള്ള കഴിവും ഉണ്ടാകുന്ന രീതിയിൽ ആർട്സ്, സ്പോർട്സ്, അതുപോലെ എക്സ്ട്രാ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്ന രീതിയിലുള്ള വർക്കുകളാണ് നമ്മൾ കുട്ടികൾക്ക് പ്രദാനം ചെയ്യുന്നത്. കുട്ടികൾ ഇടവേളകളിൽ ചെറിയ ചെറിയ ഇലക്ട്രോണിക് വർക്കുകൾ ചെയ്ത് ചെറിയ രീതിയിലുള്ള സമ്പാദ്യം ഉണ്ടാക്കാനുള്ള ഒരു മേഖലയും നമ്മൾ തുറന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ സർവ്വവിധത്തിലും പ്രഗത്ഭരായ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മുടെ സ്കൂൾ IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പോട്ട് അഡ്മിഷൻ നമ്മൾ ജൂലൈ 4 വരെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം താല്പര്യമുള്ള കുട്ടികൾക്ക് പേരൻസിന് തീർച്ചയായിട്ടും കുട്ടികളുടെ മാർക്ക് ലിസ്റ്റുമായിട്ട് അനുബന്ധ രേഖകളുമായിട്ട് സ്കൂളിൻ്റെ ഓഫീസിൽ വന്ന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാലപൂർവ്വ ശുചീകരണം അട്ടിമറിച്ച് തൊടുപുഴ നഗരസഭ അഴിമതി നടത്തിയെന്നാരോപിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സംഘടന ഇടുക്കി ജില്ലാ ട്രഷറർ MS ശരത് ഉദ്ഘാടനം ചെയ്തു. അഗ്രി ടൂറിസവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കണമെന്ന് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA കിസാൻ സർവീസ് സൊസൈറ്റി ഉടുമ്പന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാർഷിക ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ന്യൂമാൻ കപ്പ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിന്റെ ഉദ്ഘാടനം കോതമംഗല രൂപത കോർപ്പറേറ്റ് ഏജൻസി മാനേജർ മോൺസ്റ്റർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. ധോനി വിമൻസ് ഫോറവും സ്വസ്തി യോഗ സെന്ററും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കൗൺസിലർ രേണുക രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ രംഗത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.